ഐ ഡോണ്ട് ലൈക്ക് ദം. എനിക്ക് അവ ഇഷ്ടമല്ല. നമുക്ക് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പറയുവാൻ ചാൻസ് ഉള്ള ഒരു സെൻറ്റൻസാണിത്. ഐ ഡോണ്ട് ലൈക്ക് ദം അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ഇഷ്ടമല്ല എന്ന് പറയുവാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ സിറ്റുവേഷൻ നോക്കാം. എൻ്റെ സുഹൃത്ത് എനിക്ക് കുറച്ച് ഗ്രേപ്സ് കഴിക്കുവാനായിട്ട് തന്നു. പക്ഷേ ഗ്രേപ്സ് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറയുവാൻ ചാൻസ് ഉള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഐ ഡോണ്ട് ലൈക്ക് ദം. എനിക്ക് ഗ്രേപ്സ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ദം. ഐ ഡോണ്ട് ലൈക്ക് ഗ്രേപ്സ്. എനിക്ക് ഗ്രേപ്സ് ഇഷ്ടമല്ല. ഇങ്ങനെ ഡയറക്റ്റ് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് കുറച്ച് പൊളൈറ്റായിട്ട് ഇഷ്ടമല്ല എന്ന് പറയുവാൻ സാധിക്കുന്നതാണ്. അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഐ ഡോണ്ട് റിയലി ലൈക്ക് ദം. എനിക്ക് ഗ്രേപ്സ് അത്ര ഇഷ്ടമല്ല, വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ കുറച്ച് പൊളൈറ്റായിട്ട് നമുക്ക് മറുപടി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പൊളൈറ്റായിട്ട് മറുപടി കൊടുക്കാനായിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് റിയലി എന്നുള്ള വേർഡ് ഞാൻ ഡോണ്ടിന് ശേഷം ആഡ് ചെയ്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഡോണ്ടിന് ശേഷം റിയലി എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഐ ഡോണ്ട് റിയലി ലൈക്ക് ദം. എനിക്ക് ഗ്രേപ്സ് അത്ര ഇഷ്ടമല്ല. ഐ ഡോണ്ട് റിയലി ലൈക്ക് ഗ്രേപ്സ്. എനിക്ക് ഗ്രേപ്സ് വലിയ ഇഷ്ടമല്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഗ്രേപ്സ് തീരെ ഇഷ്ടമല്ലെങ്കിൽ, മീൻസ് ഗ്രേപ്സിനോട് വെറുപ്പാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനായിട്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ റിയലി ഡോണ്ട് ലൈക്ക് ദം. എനിക്ക് ഗ്രേപ്സ് തീരെ ഇഷ്ടമല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിയലി എന്നുള്ള വേർഡ് ഡോണ്ടിൻ്റെ മുന്നിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആശയം മാറും. എനിക്ക് ഗ്രേപ്സ് തീരെ ഇഷ്ടമല്ല എന്നൊരു ആശയത്തിലോട്ട് പോകും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. റിയലി ഡോണ്ടിന് ശേഷം വന്നാൽ കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് കൂടും. പക്ഷേ റിയലി ഡോണ്ടിന് മുന്നേ ആഡ് ചെയ്താൽ തീരെ ഇഷ്ടമല്ല എന്നൊരാശയത്തിലോട്ട് പോകും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡു യു ലൈക്ക് ഹെവി മെറ്റൽ? ഹെവി മെറ്റൽ എന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ബാൻഡാണ്. അവരുടെ മ്യൂസിക് ഇഷ്ടമാണോ എന്ന് ഒരാളോട് ചോദിക്കുകയാണ്. ഡു യു ലൈക്ക് ഹെവി മെറ്റൽ? നിനക്ക് ഹെവി മെറ്റലിൻ്റെ മ്യൂസിക് ഇഷ്ടമാണോ? ഐ ഹാവ് ടിക്കറ്റ്സ് ടു എ കോൺസേർട്ട്. ഒരു കോൺസേർട്ടിൻ്റെ കുറച്ച് ടിക്കറ്റുകൾ എൻ്റെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്ത് മറുപടി പറയുകയാണ്, നോ താങ്ക് യു, ഞാൻ വരുന്നില്ല. ഐ ഡോണ്ട് റിയലി കെയർ ഫോർ ഇറ്റ്. എനിക്ക് ഹെവി മെറ്റലിൻ്റെ മ്യൂസിക്, അവരുടെ പരിപാടി അത്ര ഇഷ്ടമല്ല. ഇവിടെ അദ്ദേഹം കുറച്ച് പൊളൈറ്റായിട്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഐ ഡോണ്ട് റിയലി കെയർ ഫോർ ഇറ്റ്. അതായത് പൊളൈറ്റായിട്ട് റീപ്ലൈ കൊടുക്കുവാനായിട്ട് അദ്ദേഹം ഡോണ്ടിന് ശേഷം റിയലി എന്നുള്ള വേർഡ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഐ ഡോണ്ട് റിയലി കെയർ ഫോർ ഇറ്റ്. എനിക്ക് ഹെവി മെറ്റലിൻ്റെ മ്യൂസിക് അത്ര ഇഷ്ടമല്ല, വലിയ ഇഷ്ടമല്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡു യു ലൈക്ക് ദ ന്യൂ സോങ് ഫ്രം മെറ്റാലിക്ക? മെറ്റാലിക്കയുടെ പുതിയ സോങ് നിനക്ക് ഇഷ്ടമായോ? ഇറ്റ്സ് ഗ്രേറ്റ് ഈസിൻ്റ് ഇറ്റ്? അത് ഗ്രേറ്റ് അല്ലേ? അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മറുപടി പറയുകയാണ്, നോ, ഇഷ്ടമായില്ല. ഐ റിയലി ഡോണ്ട് കെയർ ഫോർ ഇറ്റ്. എനിക്ക് മെറ്റാലിക്കയുടെ സോങ് തീരെ ഇഷ്ടമല്ല. തീരെ ഇഷ്ടമല്ല എന്ന് പറയുവാനായിട്ട് ഇവിടെ അദ്ദേഹം റിയലി എന്നുള്ള വേർഡ് ഡോണ്ടിൻ്റെ മുന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഐ റിയലി ഡോണ്ട് കെയർ ഫോർ ഇറ്റ്. എനിക്ക് മെറ്റാലിക്കയുടെ സോങ് തീരെ ഇഷ്ടമല്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് കുറച്ച് പൊളൈറ്റായിട്ട് മറുപടി കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? റിയലി എന്നുള്ള വേർഡ് ഡോണ്ടിൻ്റെ ശേഷം ആഡ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോ, ഐ ഡോണ്ട് റിയലി കെയർ ഫോർ ഇറ്റ്. എനിക്ക് മെറ്റാലിക്കയുടെ സോങ് അത്ര ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല. നെക്സ്റ്റ്, ഹേ ഡു യു വാണ്ട് ടു വാച്ച് ടൈറ്റാനിക്? നിനക്ക് ടൈറ്റാനിക് കാണണമോ? ടൈറ്റാനിക് എന്നുള്ള മൂവി ഇറ്റ്സ് ഓൺ നെറ്റ്ഫ്ലിക്സ്. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സുഹൃത്ത് മറുപടി പറയുകയാണ്, ഓ നോ, താല്പര്യമില്ല. താങ്ക് യു, ഐ എം നോട്ട് റിയലി എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. ഞാൻ ടൈറ്റാനിക്കിൻ്റെ അത്ര വലിയ ഫാനല്ല. ഐ എം നോട്ട് റിയലി എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ റിയലി എന്നുള്ള വേർഡ്
നോട്ടിന് ശേഷമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മീൻസ് പൊളൈറ്റായിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഐ എം നോട്ട് റിയലി എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. ഞാൻ ടൈറ്റാനിക്കിൻ്റെ അത്ര വലിയ ഫാനല്ല. ഇനി അദ്ദേഹത്തിന് ടൈറ്റാനിക് എന്നുള്ള മൂവി തീരെ ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയായിരിക്കും മറുപടി കൊടുക്കുക. ഐ റിയലി ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്ക് ടൈറ്റാനിക് എന്നുള്ള മൂവി തീരെ ഇഷ്ടമല്ല. ഐ എം റിയലി നോട്ട് എ ബിഗ് ഫാൻ ഓഫ് ഇറ്റ്. ഞാൻ ടൈറ്റാനിക്കിൻ്റെ ഫാനേ അല്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ലെറ്റ്സ് പ്ലേ സം സ്പോർട്സ്. നമുക്ക് എന്തെങ്കിലും സ്പോർട്സ് കളിക്കാം. നോ താങ്ക് യു. ഐ എം നോട്ട് റിയലി ഇൻ ടു സ്പോർട്സ്. എനിക്ക് സ്പോർട്സിൽ അത്ര വലിയ താല്പര്യമില്ല. ഇവിടെ റിയലി നോട്ടിന് ശേഷമാണ് വന്നിരിക്കുന്നത്. പൊളൈറ്റായിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ഐ എം നോട്ട് റിയലി ഇൻ ടു സ്പോർട്സ്. എനിക്ക് സ്പോർട്സിനോട് അത്ര വലിയ താല്പര്യമില്ല. നെക്സ്റ്റ്, ഡു യു പ്ലേ എനി സ്പോർട്സ്? നീ എന്തെങ്കിലും കളിക്കുമോ? നോ ഐ ഡോണ്ട് പ്ലേ എനി സ്പോർട്സ്. ഞാനൊന്നും കളിക്കാറില്ല. ഐ എം റിയലി നോട്ട് ഇൻ ടു സ്പോർട്സ്. എനിക്ക് സ്പോർട്സിനോട് തീരെ താല്പര്യമില്ല. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ റിയലി നോട്ടിൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നത്. തീരെ താല്പര്യമില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ ആശയം. നെക്സ്റ്റ്, ഹേ ലെറ്റ്സ് ഗോ പ്ലേ സോക്കർ. നമുക്ക് സോക്കർ കളിക്കാം. നോ താങ്ക് യു. ഐ എം നോട്ട് റിയലി ഇൻ ടു സ്പോർട്സ്. എനിക്ക് സ്പോർട്സിനോട് അത്ര താല്പര്യമില്ല, വലിയ താല്പര്യമില്ല. ഐ എം നോട്ട് റിയലി ഇൻ ടു സ്പോർട്സ്. നോ ഐ റിയലി ഡോണ്ട് വാണ്ട് ടു പ്ലേ സ്പോർട്സ്. ഐ ആം വെരി ടയേർഡ്. എനിക്ക് സ്പോർട്സിനോട് തീരെ താല്പര്യമില്ല. ഐ ആം വെരി ടയേർഡ്. ഞാൻ ഭയങ്കര ടയേർഡാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് വാച്ച് എ സോംബി മൂവി. നമുക്കൊരു സോംബി മൂവി കാണാം. നോ താങ്ക് യു. ഐ ഡോണ്ട് റിയലി ലൈക്ക് സ്കെയറി മൂവീസ്. എനിക്ക് സ്കെയറി മൂവീസിനോട്, പേടിപ്പിക്കുന്ന മൂവിയോട് വലിയ താല്പര്യമില്ല. നോ ഐ റിയലി ഡോണ്ട് ലൈക്ക് സ്കെയറി മൂവീസ്. എനിക്ക് സ്കെയറി മൂവീസിനോട് തീരെ താല്പര്യമില്ല, ഒട്ടും ഇഷ്ടമല്ല.